ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. വെള്ളിയാഴ്ചയിലത്തെ അമേരിക്കൻ മാർക്കറ്റുകളുടെ ഒരു ഇമ്പാക്റ്റ് ആണ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലുള്ളത്. അതോടൊപ്പം തന്നെ ടെമ്പററി ആയിട്ടെങ്കിലും വേഴ്സ്റ്റ് സീംസ് ഓവർ എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് അമേരിക്കയിലുള്ളത്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച അമേരിക്കയിലെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വന്നിരുന്നു. ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടിയുണ്ട്. ഇന്ന് നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ കമോഡിറ്റികളും ഇന്ന് ബെറ്റർ ആയിട്ട് തന്നെയാണ് എല്ലാ കമോഡിറ്റികളും മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻഡസ്ട്രി വൈസ് നോക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, ഗ്ലോബലി എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് $15 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. വളരെ ഫാസ്റ്റസ്റ്റ് ഗ്രോത്താണ് ETF സെഗ്മെൻറ്റ് ഗ്ലോബലി നേടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഒരു ചലഞ്ച് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വരുന്ന അറൗണ്ട് $34 ട്രില്യൺ ആണ്. ഓൾമോസ്റ്റ് പകുതി ETF ആയി കഴിഞ്ഞു. ഇനി ഇന്ത്യയിൽ ധാരാളം ETF റിലയൻസ് ജിയോ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ അണ്ടറിൽ ബ്ലാക്ക് റോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഗ്ലോബലിയുള്ള റാലി ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് AUM അതുപോലെ തന്നെ ETF AUM ഒക്കെ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഈക്വൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പൊതുവേ ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകരുടെ എണ്ണം കൂടുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റ് ആക്ടിവിറ്റിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഗോൾഡ്മാൻ സാക്സ് US GDP, ചൈനീസ് GDP അതുപോലെ തന്നെ യൂറോപ്യൻ GDP റിലേറ്റഡുള്ള പ്രഡിക്ഷനൊക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാം വിത്ത് എക്സ്പെക്റ്റേഷനാണ്. കാര്യമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളൊന്നും തന്നെയില്ല. ഒപ്പം ഹോട്ടൽ റൂം റെൻ്റ് അടുത്ത വർഷം നല്ല രീതിയിൽ ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത്. 7-8% ഒരുപക്ഷെ ഹയർ ബൂം വരികയാണെങ്കിൽ 15% വരെയൊക്കെ ഉയർന്നേക്കുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഓൾറെഡി 2024 ഫുള്ളി ബുക്ക്ഡ് ആണ് ഇന്ത്യയിലത്തെ എല്ലാ ഹോട്ടലുകളും. അപ്പോൾ ഹോസ്പിറ്റാലിറ്റി രംഗത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഹോട്ടൽ സ്റ്റോക്കുകൾ അടുത്ത വർഷവും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കുകളുടെ ക്വാർട്ടർ ഫോറിലേക്കുള്ള ലോൺ ഡിമാൻഡ് ഡാറ്റ വന്നിട്ടുണ്ട്. എക്സലന്റ് ഡിമാൻഡ് ആണെന്നാണ് പറയുന്നത്. ഹയർ ഡിമാൻഡ് തീർച്ചയായിട്ടും ബാങ്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഓവറോൾ മാർക്കറ്റിനെ സംബന്ധിച്ചും പോസിറ്റീവ് തന്നെയാണ്. കോർപ്പറേറ്റ് ലെൻഡിങ് ഒക്കെ ബാങ്കുകൾക്ക് കൂടുമ്പോൾ തീർച്ചയായിട്ടും ഒരു എക്കണോമിക് ആക്ടിവിറ്റീസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് ന്യൂസാണ് ഈ ന്യൂസ് മാർക്കറ്റിനെ സംബന്ധിച്ച്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ടൈറ്റൻ്റെ അണ്ടറിലുള്ള എത്നിക് വെയർ ബ്രാൻഡ് ഉണ്ട്. ടരിയേറ എന്ന് പറയുന്ന എത്നിക് വെയർ ബ്രാൻഡ് ഇപ്പോൾ 85 സ്റ്റോറുകളാണ്. എവറി ഇയർ 15 സ്റ്റോറുകൾ ആഡ് ചെയ്ത് 2027 ആകുമ്പോഴേക്കും 125 സ്റ്റോറുകളാവുമെന്നാണ് പറയുന്നത്. ടൈറ്റൻ ഒരു ഡൈവേഴ്സിഫൈഡ് ജുവലറി കം റീറ്റെയിലറും കൂടിയാണ്. ടൈറ്റനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ മിതാനി സൂപ്പർ അലോയ്സ്, ടൈറ്റാനിയം റിലേറ്റഡ് സൂപ്പർ അലോയ്സ് HALന് സപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഷിപ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. മിതാനിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. വാരി എനർജിയുടെ സബ്സിഡറി US സോളാർ മോഡ്യൂൾ ഫാക്ടറി ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 1.6 ഗിഗാവാട്ടാണ്. അതോടൊപ്പം തന്നെ വാരി ടെക്നോളജീസ് ഇപ്പോൾ BSE മാത്രം ലിസ്റ്റഡ് ആണ്, NSEയിലേക്കും കൂടി വരികയാണ്. അപ്പോൾ വാരി ഗ്രൂപ്പിലുള്ള 3 കമ്പനികളെ സംബന്ധിച്ചും ഈ ന്യൂസ് പോസിറ്റീവാണ്. L&Tക്ക് വെള്ളിയാഴ്ച ഡിഫൻസ് ഓർഡർ കിട്ടിയിരുന്നു 7,629 കോടി രൂപയുടെ. ആർട്ടിലറി ഗൺസ് സപ്ലൈ ചെയ്യാനാണ്. പോസിറ്റീവ് ന്യൂസാണ്. L&Tനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധനലക്ഷ്മി ബാങ്ക് റൈറ്റ്സ് ഇഷ്യൂ വരെയാണ്. ജനുവരി 8 ഓപ്പൺ ചെയ്യുന്നത്. 21 രൂപ പെർ ഷെയറാണ്. 100 ഷെയറുള്ള ഇൻവെസ്റ്റേഴ്സിന് 56 ഷെയറാണ് റൈറ്റ്സ് ഇഷ്യൂ വരുന്നത്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആയിരിക്കും ധനലക്ഷ്മിയുടെ റൈറ്റ്സ് ഇഷ്യൂവിൽ അപ്ലൈ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കറണ്ട് ലെവലിൽ ധനലക്ഷ്മി വാങ്ങുന്നതും നല്ലൊരു ഡിസിഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. NMDC 2:1 ബോണസ് അനൗൺസ്
അനൗൺസ് ചെയ്തിരുന്നു. റെക്കോർഡ് ഡേറ്റ് വരികയാണ്, 27-ാം തീയതി ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത്. തീർച്ചയായിട്ടും NNDMC ബോണസ് വാങ്ങുന്ന ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ബെനിഫിഷ്യൽ ആയിരിക്കും ഇൻവെസ്റ്റേഴ്സിന്. കാരണം NNDC ഗോൾഡ് മൈനിങ് രംഗത്തും വലിയ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. വേദാന്തയുടെ ഡീമർജർ 6 കമ്പനികളിൽ നിന്ന് 5 ചുരുക്കിയിട്ടുണ്ട്. ബേസ് മെറ്റൽസ് വേദാന്തയുടെ റെസിഡ്യൂവൽ കമ്പനിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. വേദാന്തനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച വേദാന്ത എക്സ് ഡിവിഡൻഡ് ആവുകയാണ്. 8.5 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് ഉണ്ട്. മസഗൻ ഡോക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഈ ആഴ്ച. 5 രൂപയാവുകയാണ് ഫേസ് വാല്യൂ. ഇപ്പോൾ 10 അത് 5 രൂപയായിട്ട് മാറാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ IPO ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ധാരാളം മെയിൻ ബോർഡ് IPOs ഓപ്പൺ ആണ്. അതോടൊപ്പം തന്നെ ഇന്നൊരു മെയിൻ ബോർഡ് IPO ഓപ്പൺ ആവുന്നുണ്ട്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു IPO ആണ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത്. യൂണിമെക് എയറോസ്പേസ് ആണ്. 785 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. 5 രൂപയുടെ ഫേസ് വാല്യൂ ആണ്. 23-ാം തീയതി ഓപ്പൺ ചെയ്ത് 26-ാം തീയതിയാണ് എൻഡ് ചെയ്യുന്നത്. നല്ല ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. 97% പ്രൊഡക്റ്റുകളും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഒപ്പം 2 SME IPOs പുതുതായിട്ട് വരുന്നുണ്ട്. നാളെ ഓപ്പൺ ചെയ്യുന്ന ഒരു IPO ഉണ്ട്. Solar91 ക്ലീൻ ടെക് എന്ന് പറയുന്ന കമ്പനിയാണ്. BSE SMEയിലാണ്. 600 ലോട്ട് വരുന്നത്. 195 അപ്പർ പ്രൈസ് ബാൻഡ്. ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ളൊരു SME IPO ആണ്. അപ്പം NSE SMEയിലുള്ളൊരു IPO ഉണ്ട്. അന്യ പോളിടെക് എന്ന് പറയുന്ന ഒരു IPO ആണ്. 14 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. 2 രൂപയാണ് ഫേസ് വാല്യൂ. 16 ലോട്ട്. 26-ാം തീയതി ഓപ്പൺ ചെയ്ത് 30-ാം തീയതിയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ SME IPOയിൽ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന IPO ആണ് Solar91 ക്ലീൻ ടെക്. അതോടൊപ്പം തന്നെ ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള മെയിൻ ബോർഡ് IPOയിൽ സെനോറസ് ഫാർമ അപ്ലൈ ആവുന്ന ഒരു IPO ആണ്. 391 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. അതോടൊപ്പം തന്നെ ട്രാൻസ് റെയിൽ ലൈറ്റിംഗ് സിസ്റ്റംസ് 432 ഇഷ്യൂ പ്രൈസ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്ന. ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. DAM ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് 283 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. ഇന്ന് അവസാനിക്കുകയാണ്. ട്രാൻസ് റെയിലും അതുപോലെ തന്നെ DAMഉം ഇന്ന് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആവും. മമത മിഷനറി 243 ഇഷ്യൂ പ്രൈസ്. ഇന്ന് അവസാനിക്കുകയാണ്. ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള IPO ആണ്. അപ്പോൾ തീർച്ചയായിട്ടും IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള IPOകളിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ ഒരു മുന്നേറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. പല ന്യൂസ് ഫ്ലോസും വരുന്ന അഡാനി ഗ്രൂപ്പിന് പോസിറ്റീവാണ്. ഒപ്പം മാർക്കറ്റിൻ്റെ വേഴ്സ്റ്റ് സീംസ് ഓവർ ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അസസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കറണ്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് കാര്യമായിട്ട് രീതിയിലുള്ളൊരു സ്ലൈഡൊന്നും കാണിക്കാൻ സാധ്യതയില്ല. മാക്സിമം ഇൻ കേസ് ഇനി സെൽ ഓഫ് വരികയാണെങ്കിൽ 23,200 23,000 ലെവലിലേക്ക് മാത്രമാണ് നിഫ്റ്റി ഇപ്പോഴത്തെ ലെവലിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇയർ ആൻഡ് റാലി, Q3 എക്സ്പെക്റ്റേഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റ് എക്സ്പെക്റ്റേഷൻസ്, മറ്റ് ഗ്ലോബൽ ഫാക്ടേഴ്സൊക്കെ പൊതുവേ പോസിറ്റീവ് ആവുന്നുള്ള റിപ്പോർട്ടുകളാണ്. പുടിൻ ഉക്രൈനായിട്ടുള്ള യുദ്ധം സെറ്റിൽ ചെയ്യാനായിട്ട് തയ്യാറാണെന്നുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും കുറയാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഓവറോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് മൊമെൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇയർ ആൻഡ് റാലി, അതുപോലെ തന്നെ നമ്മുടെ Q3 എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്ന് സൊമാറ്റോ സെൻസസിൽ എൻട്രിയാണ്. അപ്പോൾ സൊമാറ്റോയിൽ നല്ലൊരു റണ്ണപ്പ് കണ്ടേക്കാം. അതുപോലെ തന്നെ സ്വിഗ്ഗിയിലൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് കണ്ടേക്കാം. അതോടൊപ്പം തന്നെ കോസ്മോ ഫസ്റ്റ് പുതിയ പ്രൊഡക്റ്റിൽ ലോഞ്ച് ചെയ്തിരുന്നു. ഈ സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിൽ മുന്നേറ്റം കണ്ടേക്കാം. ഒപ്പം അഡാനി എനർജി സൊല്യൂഷൻസ് ട്രാൻസ്മിഷൻ രംഗത്ത് പവർ റിലേറ്റഡ്, AI റിലേറ്റഡ് രംഗങ്ങളായിട്ടുള്ള ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലുള്ള കമ്പനികൾ, പവർ റിലേറ്റഡ് കമ്പനികൾ, സോളാർ എനർജി കമ്പനികൾ, ഹെൽത്ത് കെയർ കമ്പനികൾ, ഈ സ്റ്റോക്കുകളൊക്കെ ലോവർ ലെവലിൽ ബയേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.